ഈ കേസിൽ SITയുടെ കേസിൽ അറസ്റ്റായിരിക്കുന്ന ആളുകളെയാണ് ഇപ്പോൾ റെയ്ഡ് ചെയ്തിരിക്കുന്നത്. SIT അറസ്റ്റ് ചെയ്യാത്ത ആളുകളുണ്ട്. ED ഇനി അതിന് മുകളിലേക്ക്, അതായത് SITയുടെ കേസിൽ ഇല്ലാത്ത ആളുകളിലേക്ക് പോവോ? അഭിലാഷ്, വേണ്ടി വന്നാൽ പോകണ്ടേ? അല്ലാതെ അത് ഇവിടെ സജീഷ് പറയുന്നത് പോലെ ചില സങ്കല്പത്തിൽ അന്വേഷണത്തെ മാത്രം സ്വാഗതം ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. EDയുടെ അന്വേഷണത്തിൽ എത്തരം പണം, ഈ പണം ഇപ്പോൾ SITയുടെ അന്വേഷണത്തിൽ വരാത്ത ആളുകളുടെ അക്കൗണ്ടിലേക്ക് പോകുകയോ അവരത് ലോണ്ടറി ചെയ്യുകയോ അത് വെളുപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അത് വസ്തുവകകളായി മാറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണം അത്തരത്തിലുള്ള ആളുകളുടെ ഇടയിലേക്ക് പോകണം. അതിനാണ് EDയെ സംസ്ഥാനത്തെയും കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ ജനങ്ങളും വിശ്വസിച്ച് ഇത്തരത്തിലുള്ളൊരു ഏജൻസി ഏൽപ്പിച്ചിട്ടുള്ളത്. രണ്ട്, ഇത് വെറും സ്വർണ്ണപ്പാളി വിഷയം മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശബരിമലയിൽ ഈ സ്വർണ്ണപ്പാളി അടക്കം അവിടെ അരവണയിലും ആടിയ നെയ്യ്, അത് സംസ്ഥാനത്തെ ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പടിപൂജ, ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളിലും അഴിമതി നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിയമപരമല്ലാത്ത പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്ന് നമുക്കും അറിയാം, ഹൈക്കോടതിക്കും അറിയാം, സാധാരണ ജനങ്ങൾക്കും അറിയാം. ഇതിലൊന്നും CPMന് യാതൊരു ബന്ധവുമില്ല. ഈ കഴിഞ്ഞ കുറേ നാൾ CPM മാത്രമല്ല കേട്ടോ, കഴിഞ്ഞ 20 വർഷമായിട്ട് ഭരിക്കുന്ന കോൺഗ്രസിലെയും ആളുകൾക്ക് ഒന്നും ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എനിക്ക് സമയമില്ല എന്നറിയാം. പക്ഷേ ഒരു കാര്യത്തിനോട് എനിക്ക് ഉത്തരം പറയണം. ദയവായി സജീഷ് ഇത്തരം കാര്യങ്ങളിൽ നിയമപരമായല്ലാത്ത ഒരു കാര്യം, ഒറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഈ കൊടകര കുഴൽപ്പണ കേസിൽ അത് IT-ക്കാണ് കൊടുത്തത്. അദ്ദേഹം ആ കേസ് ഒന്ന് പഠിക്കണം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് കൊടുത്തത്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് അതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ കൃത്യമായി പണം അടച്ചിട്ടുണ്ട്, നികുതി അടച്ചിട്ടുണ്ട്. അതായത് ED-ക്കല്ല പോയത്. അതിൽ മണി ലോണ്ടറിങ് എന്നുള്ള കേസേ ഉണ്ടായിരുന്നില്ല. ദയവായി താങ്കൾ കൊടകര സ്റ്റേഷനിൽ പോയിട്ട് അങ്ങനെ എന്തെങ്കിലും ഇതുവരെ ഉണ്ടെങ്കിൽ അതുമായിട്ട് വരണം. അതാണ് പ്രശ്നം നടന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് അതിന് ടാക്സ് അടച്ചിട്ട് നിങ്ങൾ ഇൻകം ടാക്സ് എന്റെ സജീഷ് അതിന് ടാക്സ് അടച്ചിട്ട് അല്ലെങ്കിൽ കേസ് കൊടുക്ക്. നിങ്ങൾ ഞാൻ സജീഷ് തീരട്ടെ, നിങ്ങൾ ED-ക്ക് കൊടുത്തപ്പോൾ നിങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റാണ് പണം അടച്ചത്. ശരി ശരി, അതിന് ടാക്സ് അടച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് മോഡിയുടെ കോമാളിയാണ്. കേസിന് പോകൂ, അല്ലെങ്കിൽ സജീഷ് ഇവിടെ നമ്മുടെ വേറൊരു വിഷയമാണ്. അത് സമയം അതിക്രമിച്ചു. കൊടകര കുഴൽപ്പണ കേസ് നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ചർച്ച ചെയ്യാം.